Hey guys, welcome back to YouTube channel. നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. വേറെ ഒന്നുമല്ല, നമ്മൾ കുറച്ച് ബിസിയിലാണ്. ബിസിയൊക്കെ കഴിഞ്ഞിപ്പോൾ ഫ്രീ ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ നമ്മുടെ സിറ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ സിറ്റിൻ്റെ ഫുൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം കാണിക്കാം. എന്തൊക്കെ നമ്മൾ ആ ഒരു വീഡിയോസിന് ശേഷം എന്തൊക്കെ അപ്ഡേറ്റ് ചെയ്തു, എന്തൊക്കെ ആഡ് ചെയ്തു, വണ്ടി ഇപ്പോൾ ഏത് കോലത്തിലുള്ളത് മൊത്തത്തിൽ കാണിക്കാം. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സിവിക്ക് അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. സിവിക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പാച്ച് ചെയ്യണത്. അപ്പോൾ അത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് ഒന്ന് വണ്ടി എന്തായി അവസ്ഥ നോക്കിയിട്ട് അതും ഞാനിതിൽ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് സിറ്റ് ചെയ്തിട്ട് ഇറങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ സിവിക്ക് ഇത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ട ഈ വക ഭാഗങ്ങളെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്, പാച്ച് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ആ സൈഡ് ഈ സൈഡ് കയറ്റാനുള്ള പരിപാടിയാണ്. വേണ്ട ഓക്കെ, ഓൾ സെറ്റ്. അത് ഒരു ദിവസം പണി വേണ്ടിയുള്ളൂ. അവിടെ കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ട് മിക്കവാറും ഇത് കഴിയും. ഓക്കെ, ഇനി ബാക്കും കൂടി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ബാക്ക് മൊത്തം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ബാക്കിൽ നമ്മൾ കയറ്റിയ പീസുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ വക ഭാഗങ്ങളെല്ലാം നമ്മൾ മാറ്റിയതാണ് കേട്ടോ. ഇത് വേണ്ട ഓക്കെ. അതുപോലെ തന്നെ ഈ സൈഡിൽ ഇവിടെ അവിടെ ഒരു പീസ്, പിന്നെ ഉള്ളിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പീസ് ഉണ്ട്. പിന്നെ ഈ ഭാഗത്ത് കണ്ട ഈ ഭാഗം മൊത്തം ക്ലിയർ ആക്കി, ഇതൊക്കെ പാച്ച് ചെയ്ത് ക്ലിയർ ആക്കി പീസുകളാണ്. അതുപോലെ ഇവിടെ ഈ വക ഭാഗങ്ങളെല്ലാം പാച്ച് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിയർ ആക്കിയിട്ടുണ്ട് തുരുമ്പുള്ളടുത്ത്. പിന്നെ അത് ഇവിടെ ഈ ഒരു പീസ് പാച്ച് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. വണ്ടി മൊത്തത്തിൽ പൊടിയിട്ട് എടുക്കാൻ കേട്ടോ. അതിന് ഇത് കഴിഞ്ഞിട്ട് ഇന്നിവിടെ നിന്ന് എടുത്തിട്ട് നേരെ അണ്ടർ ബോഡി പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിറ്റും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് നമ്മൾ ബോഡി പെയിൻറ്റിങ് കയറ്റും. മിക്കവാറും കഴിയും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വർക്ക് എന്തായാലും കഴിക്കട്ടെ. നമുക്ക് നേരെ പോയിട്ട് സിറ്റ് എടുത്തിട്ട് ഇറങ്ങാം. അപ്പോൾ നമ്മളിത് നമ്മുടെ ആശാൻ്റെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വീട്ടിൽ പോയി ഫ്രണ്ട്സ് അവരുടെ സിറ്റി എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സിറ്റിയുടെ വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ സിറ്റി ആകെ ചളി പിടിച്ചിട്ട് അലമ്പായിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ ഒന്ന് വാഷ് ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ ചോദിച്ചപ്പോൾ നമ്മൾ വാഷിംഗ് സെൻറ്ററിൽ പോയിരിക്കുകയാണ്. സ്ഥിരം വാഷിംഗ് സെൻറ്ററിലേക്ക് തന്നെ നമ്മൾ പോകുന്നത്. ഒന്ന് കഴുകി മൊത്തത്തിലൊന്ന് വൃത്തിയാക്കിയിട്ട് വേണം ഫുൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ സിവിക്ക് അവിടെ എടുക്കുന്നുണ്ട്, വീട്ടിൽ എടുക്കുന്നുണ്ട്. സിവിക്കിൻ്റെ ആ മൗണ്ടും മറ്റേ സ്ട്രെഡ് വയറിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റണം. അത് ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട്, കാരണം മാറ്റണ ഒരു വീഡിയോ ഇടണം എന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ മാറ്റാതെ വെച്ചേക്കുന്നത്. ചിലപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ഡ്രൈവ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ ഡ്രൈവ് പ്ലാൻ ചെയ്യാൻ്റെ ഇടയിൽ മാറ്റുകയാണെങ്കിൽ ചിലപ്പോൾ മാറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സിവിക്ക് ചിലപ്പോൾ എടുക്കുള്ളൂ കേട്ടോ ഡ്രൈവിന്. പക്ഷേ എന്താ പറയുക, ആ പോണ ടൈം പീരീഡിൻ്റെ ഇടയിൽ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് മാറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കഴിഞ്ഞ് വന്നിട്ട് വേറെ ഒരു ഡ്രൈവ് ഉണ്ട്. നമ്മൾ ഈ മോഡിഫൈഡ് വണ്ടികളെല്ലാം കൂടെ നമ്മൾ പണ്ട് ഗോവയിലൊക്കെ പോയി വരുന്നില്ല, ഞാൻ സാബിത്ത് മനാഫ കൂടിയിട്ട് മറ്റേ സിവിക്കും സിറ്റിയൊക്കെ ആയിട്ട്. അതിൻ്റെ ഒരു ഡ്രൈവ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം കുറേ കാലമായി നമ്മൾ അങ്ങനെയൊക്കെ പോയിട്ട്. അപ്പോൾ അതൊരാഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു ഡ്രൈവ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡ്രൈവ് ഉണ്ടാവും. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ഓൾറെഡി ഒരു വാഷിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ പിക്കപ്പ്. അതെ, ഇത്രയും പെട്ടെന്ന് തന്നെ ഓൾമോസ്റ്റ് വാഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്നായിട്ടാണ് ഈ ബോഡി വെള്ളടിച്ച് ഫോമിട്ട് വാഷ് ചെയ്തു. അതെ, വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു ചെറിയൊരു വ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഓക്കെ, ഇതാണ് വണ്ടർ ചെറിയൊരു വ്യൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിത് വാഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതേ എടുക്കും നമ്മുടെ സിറ്റി. പിന്നെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു വീഡിയോ ഞാൻ ആക്ച്വലി അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്ക്. എന്നാലാണ് എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഒരു കമൻറ്റിൽ കണ്ടു താഴെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് എന്താ കൊടുക്കാത്തെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി ആ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കിട്ടോ. ഓക്കെ, മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ ഹെഡ്ലൈറ്റ് കസ്റ്റം ചെയ്തതാണ് നമ്മൾ.
ഡേ ടൈം ലൈറ്റ് നമ്മൾ RGBയിലേക്ക് നമ്മൾ ചേഞ്ച് ആക്കിയിരിക്കുന്നത് നമ്മുടെ ഓഗി ചെയ്തതാണ് കേട്ടോ. ഫുള്ള് ഹെഡ്ലൈറ്റ് അയച്ച് RGB ആഡ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ കാർബൺ സ്റ്റിക്കർ 5D സ്റ്റിക്കർ ആഡ് ചെയ്തിട്ടുണ്ട്. ബമ്പർ വന്നിട്ട് ഫ്രണ്ട് ബമ്പർ വന്നിട്ട് സ്റ്റോക്ക് തന്നെയാണ്. ഇതിൽ ഇനി നമുക്ക് ആഡ് ഓൺ സ്കേർട്ട് വരുന്നുണ്ട്. നമ്മുടെ സിറ്റിക്ക് തന്നെ വരുന്ന ഒരു ആഡ് ഓൺ സ്കേർട്ട് നമ്മുടെ പുറത്തൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇന്തോനേഷ്യയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ ഒരു ആഡ് ഓൺ സ്കേർട്ടാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിയുടെ ലുക്ക് നോക്കി എങ്ങനെ മാറിയ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ട് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, ഒരു 3/4%, അതായത് 3/4 ഭാഗം വീൽസ് ചേഞ്ച് ചെയ്ത് നമുക്ക് വണ്ടറിന്റെ ഒരു തെളിവാണ് ഈ എടുക്കുന്നത്. നമ്മൾ വീൽസ് അങ്ങോട്ട് ചേഞ്ച് ചെയ്തു. വോക്രൈസിൻ്റെ വീൽസ് ചേഞ്ച് ചെയ്തപ്പോൾ നല്ല ഡിഫറൻറ്റ് വന്നത് മറ്റേ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല നമ്മൾ ലോവർ ചെയ്തിട്ടുണ്ട്. ലോവർ ചെയ്തതെന്ന് പറയുമ്പോൾ കോയിലോവറോ സ്പ്രിങ്ങോ കാര്യങ്ങളോ ഒന്നല്ല, സ്റ്റോക്ക് സ്പ്രിങ് നമ്മളത് കട്ട് ചെയ്തിട്ട് കംപ്രസ് ചെയ്ത് ഇരുത്തിയിട്ട് ചെയ്തേക്കാണ്. ഒരു 2 പേരിൽ ഗ്യാപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി 4 പേരിൽ കയറിയിരുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പ് നമ്മൾ 2 പേരിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ വീൽസിനെ കുറിച്ചിട്ട് മെയിനായിട്ട് എന്താ പറയുക, പ്രത്യേകം പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ വീൽസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വോക്രൈസിൻ്റെ വീൽസ് എന്ന് പറയുമ്പോൾ എല്ലാ വണ്ടിക്കും ഇടുമ്പോൾ ഒരു വേറെ തന്നെ ഒരു ലുക്കാണ് ഈ ഒരു വീൽസിൽ കിട്ടുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ ബ്രംബോൻ്റെ മറ്റേ ബ്രേക്കിൻ്റെ, അതായത് നമ്മുടെ കാലിപ്പറിൻ്റെ കവർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, റെഡ് കളറ്. അതും ഈ ഒരു വീൽസിലേക്ക് ഒരു വേറെ തന്നെ ഒരു ലുക്ക് തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ 4 സൈസും, അതായത് 17 ഇഞ്ചിൽ നമ്മൾ 8J വീൽസാണ് നമ്മളിതിൽ ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ ആ ലോവറും കൂടി വന്നപ്പോൾ പക്കയായി. പിന്നെ ബാക്കിൽ നമ്മൾ ലോവർ ചെയ്തതിൽ കുറച്ച് സ്പേസ് കൂട്ടിയിട്ടിട്ടുണ്ട്. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ആൾക്കാർ ഇരിക്കുമ്പോൾ വണ്ടി താവുമല്ലോ, അപ്പോൾ അതുകൊണ്ട്. അപ്പോൾ ഇതിൽ കണ്ട, ഇതിൽ 3 വിരലിന് ഗ്യാപ്പാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. കണ്ട, കറക്റ്റ് 3 വിരലിന് ഗ്യാപ്പാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അത് ആൾക്കാരിരിക്കുമ്പോൾ ലെവൽ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇനിയും താഴെ പോവും. അപ്പോൾ അത് ആലോചിച്ചിട്ടാണ് നമ്മൾ ബാക്കിൽ നമ്മൾ എന്താ പറയുക, 1 വിരൽ ഗ്യാപ്പ് നമ്മൾ കൂട്ടിയിട്ടത്. പിന്നെ മെയിനായിട്ട് ഈ ലുക്ക് മാറാനുള്ള കാരണം എന്താ പറയുക, കൂളിംഗ് ആണ്. വണ്ടി നല്ല അടിപൊളി ബ്ലാക്ക് കൂളിങ്ങിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്തപ്പോൾ തന്നെ എന്താ പറയുക, മൊത്തത്തിലേ മാറും. പിന്നെ ഈ വൈറ്റ് ഇങ്ങനെ പണിത് കൊണ്ട് നടക്കുക പറയുമ്പോൾ വേറെ തന്നെ ഒരു വൃത്തിയാണ്. നമ്മുടെ സാബിത്തിൻ്റെ വണ്ടിയൊക്കെ കണ്ടിട്ടില്ലേ, അപ്പോൾ അതുപോലെ. അപ്പോൾ ഇതിൽ ഇനിയും അപ്ഡേറ്റ്സും കാര്യങ്ങളും ഉണ്ട്, ഒരുപാട് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആഡ് ഓൺ സ്കേർട്ടൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു ക്ലീൻ സ്പെക്കാണ് നമ്മുടെ ഒരു മൈൻഡിലുള്ളത്. അതിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്, അതുവഴിയാവും. ഇപ്പോൾ സ്കേർട്ട് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് സ്കേർട്ടും വരും, സൈഡ് സ്കേർട്ടും വരും, അതുപോലെ ബാക്കിൽ സ്കേർട്ട് വരുന്നുണ്ട്, അതും വരും. അങ്ങനെ 4 സ്കേർട്ടും നമ്മളതിൽ ആഡ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് വണ്ടിയിൽ മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ബാക്കിൽ കെടുക്കുന്നതും നമ്മുടെ സ്റ്റോക്ക് ബമ്പേഴ്സ് തന്നെയാണ് നമ്മുടെ ബാക്കിലും കെടുക്കുന്നത്. ഇതിൽ നമ്മൾ മറ്റേ വാലോട്രോണിക് എക്സോസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കാറ്റ് ബാക്ക് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, ഫുൾ സിസ്റ്റം അല്ല. നമ്മൾ സ്റ്റോക്ക് സൈലൻസറിൽ തന്നെ കാറ്റ് ബാക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ മറ്റേ SS-ൻ്റെ പൈപ്പ് കൊടുത്തിട്ട് വാലോട്രോണിക് ആഡ് ചെയ്തേക്കാണ്. അതുകൊണ്ട് തന്നെ സ്മൂത്ത് സൗണ്ടാണ് നമുക്ക് വണ്ടിക്കുള്ളത്. നോർമലി നമ്മൾ സ്റ്റോക്കിൽ കട്ട് ചെയ്തിട്ട് മറ്റേ വാലോട്രോണിക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഒരു സ്മൂത്ത് സൗണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കരമായിട്ടൊരു അലമ്പുള്ളൊരു സൗണ്ടായിരിക്കും. അപ്പോൾ അത് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാറ്റ് ബാക്ക് SS-ൽ അടിച്ചിട്ട് നമ്മൾ മറ്റേ എക്സോസ്റ്റ് ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ കേൾപ്പിച്ച് തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സ്മൂത്താണ്. ലൗഡല്ല, പിന്നെ ഒരു ചെറിയൊരു സൗണ്ട്. പക്ഷെ ആ സൗണ്ട് നമുക്ക് റണ്ണിങ്ങിൽ കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ്. നിർത്തി ചവിട്ടുമ്പോൾ വലിയ കാര്യമായിട്ട് സൗണ്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ആ ഒരു എക്സോസ്റ്റിൻ്റെ ചെറിയൊരു മുഴക്കേ ഉണ്ടാവുള്ളൂ. പക്ഷെ റണ്ണിങ്ങിൽ വണ്ടിങ്ങനെ പോകുമ്പോൾ നല്ലൊരു രസമായിരിക്കും ആ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പ്ലാനിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനി വഴിയെ നമുക്കിതിൽ ഹെഡേഴ്സും ഫുൾ സിസ്റ്റം എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വഴിയെ വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊന്ന് കേൾപ്പിച്ച് തരാം. സൗണ്ടും കാര്യങ്ങളും കേൾപ്പിച്ചതിന് ശേഷം നമുക്ക് വണ്ടി എടുത്തിട്ട് ഇറങ്ങാം. ഇൻറ്റീരിയറിൽ നമ്മൾ മെയിനായിട്ട് സീറ്റ് ബെൽറ്റ് മാത്രമേ നമ്മൾ മാറിയിട്ടുള്ളൂ. ഇൻറ്റീരിയർ ചേഞ്ച് ആക്കണം. നമുക്ക് ആ ഒരു കളർ ചേഞ്ച് ചെയ്തിട്ട്, ആ BG കളർ ചേഞ്ച് ചെയ്തിട്ട് അത് നമ്മൾ ബ്ലാക്കിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസും വഴിയെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സീറ്റ് ബെൽറ്റ്സ് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ആ വാഷിങ്ങിന് പോകുമ്പോൾ ഞാൻ ഇട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവേ, മൊമോറൈസിങ്ങിൻ്റെ സീറ്റ് ബെൽറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. ഫ്രണ്ടിലത്തെ 2 സീറ്റ് ബെൽറ്റ്സും ആണ് നമ്മൾ മാറ്റിയിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് കേൾക്കാം.
ഒരു പൊട്ടലുണ്ടല്ലോ, ചെറിയൊരു രീതിയിൽ വരുന്നുണ്ടല്ലോ. അത് ക്യാറ്റ് ബാക്ക് അടിച്ചുകൊണ്ടാണ് നമുക്ക് ആ ഒരു പൊട്ടലും കാര്യങ്ങളും വരുന്നത്. ഫുൾ സിസ്റ്റം അടിച്ച് കഴിഞ്ഞാൽ സ്റ്റോക്കിൽ ഒരിക്കലും അങ്ങനെ വരില്ല. പക്ഷെ ഇത് റണ്ണിങ്ങിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പൊട്ടുണ്ട്. നമ്മുടെ സിവിക്കിൻ്റെ അങ്ങനത്തെ ഒരു പൊട്ടല്ല, കുഴപ്പമില്ലാത്തൊരു ചെറിയൊരു പൊട്ട് നമുക്ക് റണ്ണിങ്ങിൽ ഇത് കിട്ടുന്നുണ്ട്. ഞാൻ റണ്ണിങ്ങിൽ എനിക്ക് കാണിച്ചാൽ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ട് നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി എടുത്ത് ഇറങ്ങിയിട്ട് സൗണ്ടും ആ ഒരു പൊട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മളിതേ നമ്മുടെ മെയിൻ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങോട്ട് പോയില്ല, അങ്ങോട്ട് നമ്മുടെ ഔട്ടാർ ടൗൺ ആണല്ലോ. കാലെടുക്കാൻ പറ്റിയൊരു ഏരിയ വേണം. അതുകൊണ്ടാണ് ഈ ഭാഗത്തേക്ക് ആകുമ്പോൾ തിരക്ക് കുറവായിരിക്കും. ഇങ്ങനെ സുഖമായിട്ട് ഇതിൻ്റെ സൗണ്ട് ഓൾറെഡി മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ഒരു സൗണ്ടും ആ ഒരു പൊട്ടലും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. പിന്നെ അന്ന് വീഡിയോ ഇട്ടിട്ട് തന്നെ പലരും വിളിച്ച് ചോദിച്ചൊരു കാര്യമാണ്, ഇത് ട്യൂണാണോ പിന്നെ പൊട്ട് വരുന്നുണ്ടല്ലോ. ആക്ച്വലി ട്യൂണല്ല, സ്റ്റോക്ക് തന്നെയാണ്. ഇതിലാകെ ക്യാറ്റ് ബാക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ വിത്ത് ഇലക്ട്രോണിക് എക്സോസ്റ്റ്. ഓക്കെ, പക്ഷെ ആ പൊട്ട് വരുന്നത് ക്യാറ്റ് ബാക്ക് മാത്രം അടിച്ചുകൊണ്ടാണ് ആ പൊട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഹെഡറും ഫുൾ സിസ്റ്റം അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊട്ട്, ഈ ഒരു ചെറിയൊരു പൊട്ട് ട്യൂൺ ചെയ്യാതെ വരില്ല. ഇതാ ക്യാറ്റ് ബാക്കിൻ്റെ പുറത്ത് വരുന്നതാണ്. നോർമലി സിവിക്കിലും ഇതുപോലെ ക്യാറ്റ് ബാക്ക് മാത്രം അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയൊരു പൊട്ട് വരും. പക്ഷെ അത് പുറത്തുനിന്ന് കേൾക്കുമ്പോൾ നല്ല കറണ്ട് കിട്ടാ. പുറത്തുനിന്ന് കേൾക്കുമ്പോൾ കുഴപ്പമില്ലാത്തൊരു എന്താ പറയുക കറണ്ട്. ഓക്കെ, പിന്നെ ബാക്കിൽ കുറച്ച് ഐറ്റംസ് ഇരിക്കുന്നുണ്ട്. നമ്മുടെ വണ്ടികളുടെ കുറച്ച് പാർട്സ് ആണ് കേട്ടോ, വർക്കിൻ്റെ കുറച്ച് പാർട്സും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, പിന്നെ ഇതിൽ പോകുമ്പോൾ അത്യാവശ്യം റിയാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം വണ്ടി മുന്നത്തെ വീല് എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയൊരു വീലായിരുന്നു, ഷേക്ക് കൂടിയ വീല് ഇങ്ങനെ പുറത്തേക്ക് നിന്നിട്ട്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ വലിയ വൃത്തി ഉണ്ടായിരുന്നില്ല. പിന്നെ വീല് വേണം എന്നുള്ളതുകൊണ്ട് നമ്മൾ തൽക്കാലത്തിന് എടുത്തിട്ടതായിരുന്നു മാറ്റാൻ വേണ്ടി, നല്ലൊരു വീല് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഈ വീലൊക്കെ ചേഞ്ച് ചെയ്ത് ഓപ്പറേഷൻ്റെ വീൽസും കാര്യങ്ങളൊക്കെ എടുത്തത്. ഇപ്പോൾ വണ്ടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ വേറെ തന്നെ ലുക്കായി. ശരിക്കും പറഞ്ഞാൽ വീഡിയോയിൽ എങ്ങനെയാണ് അതെന്ന് അറിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ വണ്ടി വേറെ തന്നെ ലുക്കാണ്. ഓക്കെ, പറഞ്ഞ പോലെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വണ്ടിമേ. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും വരും, അതിന് വേണ്ടി വെയിറ്റ് ചെയ്തോ. പിന്നെ നമ്മുടെ 3 സീരീസിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കൺവേർഷൻ ചെയ്ത. അതിൽ എല്ലാവരും വന്ന് ചോദിക്കുന്ന കാര്യമാണ് 7 സീരീസിൻ്റെ കാര്യം. 7 സീരീസ് വർക്ക് കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ ഇട്ടില്ലല്ലോ, അതെന്തായി, അതെങ്ങനെ ഇങ്ങനെയെന്ന് ചോദിച്ചിട്ട്. അത് ഞാൻ പറഞ്ഞു ഓൾറെഡി. അത് നമ്മുടെ കസ്റ്റമർക്ക് അർജൻറ്റായിട്ട് ഒരു ദിവസം രാത്രി വന്നിട്ട് എടുത്തോണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങനെ വീഡിയോസ് എടുക്കാനുള്ള ഒരു ദിവസം പോലും ഗ്യാപ്പ് കിട്ടിയില്ല. വണ്ടി കൊണ്ടുവരുന്നുണ്ട്, വണ്ടി അതിൻ്റെ ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കാരണം 7 സീരീസ് കൺവേർഷൻ കിറ്റിൽ ആ ഫ്ലാപ്പും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. സ്റ്റോക്ക് ഫ്ലാപ്പും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഫ്ലാപ്പ് നമുക്ക് കസ്റ്റം ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അത് കസ്റ്റം ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി ഒന്നുകൂടി റിട്ടേൺ വരുന്നുണ്ട്. അവരെല്ലാവരും ദുബൈയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ടൈം നമുക്ക് വണ്ടി ഇങ്ങനെ എത്തിക്കാനുള്ള ഒരു ടൈം അവർക്ക് കിട്ടാത്തതുകൊണ്ട് ലേറ്റ് ആവുന്നതാണ്. അപ്പോൾ അത് എന്താ പറയുക, വണ്ടി എത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഞാൻ ഇടുന്നുണ്ട്. അതിൻ്റെ ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഫിക്സ് ചെയ്യുന്നതെല്ലാം ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. നമുക്ക് ഇനി ഇവിടുന്ന് തിരിച്ചിട്ട് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഒന്ന് കാല് കൊടുക്കാം. അപ്പോൾ ആ സൗണ്ട് എങ്ങനെയുണ്ട് നോക്കാം. ക്യാറ്റ് ബാക്ക് അടിക്കുമ്പോൾ നമ്മൾ SS-ലാണ് അടിച്ചിരിക്കുന്നത് കേട്ടോ, ആ ഒരു പീസ് മാത്രം. അതാണ് ഇങ്ങനെ സൗണ്ട് ഇത്ര കുറവും നല്ല സ്മൂത്തായിട്ട് കേൾക്കുന്നത്. എല്ലാ ബാരോട്രോണിക് നമ്മൾ ആ സ്റ്റോക്കിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ കയറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലൗഡായിരിക്കും സൗണ്ട്, കുറച്ചും കൂടി ഒരു ഇതുള്ള സൗണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സ്മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഓക്കെ, ഇനിയിപ്പോൾ ഫുൾ സിസ്റ്റം അടിക്കണം, നമുക്ക് ഹെഡർ വിത്ത് ഫുൾ സിസ്റ്റം അടിക്കണം. അതിന് ഓരോന്നായിട്ട് വഴിയെ ചെയ്യണം. പിന്നെ ഇൻറ്റീരിയേഴ്സ് മൊത്തം കളർ ചേഞ്ച് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഓൾറെഡി ബീച്ച് ഇൻറ്റീരിയറിലാണ് കിടക്കുന്നത്. സീറ്റ്സ് കാര്യങ്ങളെല്ലാം അതൊക്കെ കളർ ചേഞ്ച് ചെയ്യാനുണ്ട്. പിന്നെ സ്കേർട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, സ്കേർട്ട് നമുക്ക് കസ്റ്റം ചെയ്തിട്ട് കയറ്റാനുണ്ട്. ഇതിൻ്റെ പൊട്ടുണ്ട്, പൊട്ട് ഞാൻ കഴിപ്പിച്ചാൽ ഒരു ചെറിയൊരു ടൗൺ അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിപ്പിച്ചാൽ. ആ പൊട്ട് വരുന്നത് നോർമലി നമ്മുടെ എന്താ പറയുക, നമ്മുടെ സിവിക്കിൽ തന്നെ നമ്മൾ ടാപ്പ് ചെയ്ത് പൊട്ടിക്കുമല്ലോ, ആ ടാപ്പ് ചെയ്ത് പൊട്ടിക്കണ പോലെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെയും ആ ഒരു പൊട്ട് വരുന്നത്.
അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് പൊട്ടിക്കാൻ പറ്റും. അത് നമുക്ക് ട്യൂണിംഗ് ഒക്കെ നമ്മൾ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷം ചെയ്യാന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ നമുക്ക് നല്ല കനത്തിൽ പൊട്ടിക്കാം. നമ്മൾ സെക്കൻഡിലാവുമ്പോൾ കുറച്ചും കൂടി ബാസ് ഉണ്ടാവും. അത് അങ്ങനെ പിരിപിരിക്കുന്നുണ്ട് കൂട്ടിയിട്ട് നിൽക്കും. അപ്പോൾ അത് ട്യൂണിങ്ങിലാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. ഞാൻ ആ വീഡിയോയിൽ ഇട്ടപ്പോൾ മുതൽ ചോദിക്കാൻ തുടങ്ങിയതാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ സിറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ലല്ലോ. കാരണം സിറ്റിയിലെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ അപ്ഡേറ്റോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാകുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആ പൊട്ടി കേൾപ്പിച്ചതും അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഓൾമോസ്റ്റ് സെറ്റപ്പ് നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലെത്തി. ഇപ്പോൾ നമ്മൾ നമ്മുടെ പാടത്തെത്തിയിട്ടുണ്ട്. ഈ ആക്ച്വലി ഇത് ലോവർ ചെയ്തുകൊണ്ട് എന്താ പറയുക നല്ല ഉറയുന്നുണ്ട് കേട്ടോ. സൗണ്ടുകൾ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. ഇതിൻ്റെ ആക്ച്വലി ഇവിടുത്തെ റോഡ് ഈ റോഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ ഏത് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ അതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. നമ്മൾ ശരിക്കും പിന്നെ എയർ ഉള്ളതുകൊണ്ടും ഈ സൈഡ് ചേരിച്ച് പിടിക്കുന്നതുകൊണ്ടാണ് അറിയാത്തത്. സൗണ്ട് കേൾക്കുന്നുണ്ട. ഡൗൺ പൈപ്പാണ് ആ ഒരഞ്ഞ സൗണ്ട് കേട്ടത്. അപ്പോൾ ലോർ ചെയ്തുകൊണ്ട് ആ ഒരു സീനുണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ റോഡ് കൊണ്ടുവന്നപ്പോഴും അതുപോലെ തന്നെ ആയിരുന്നു. പറഞ്ഞു റോഡ് കറക്റ്റ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചിൽ തന്നെ ETR ഒക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ വിട്ടിട്ടുണ്ട് ഇവിടുന്ന് അവർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് നമ്മുടെ മെയിൻ റോഡ് എത്താൻ, എൻ്റെ വീട്ടിൽ നിന്ന് മെയിൻ റോഡ് എത്താൻ വേണ്ടിയിട്ട് ഒരു ടൈം പിടിക്കും. കാരണം അത് മെല്ലെ പോയിട്ടുള്ള അത്രയും താഴ്ന്നിട്ടല്ലേ. പിന്നെ മസ്താങ്കി പിന്നെ എയർ ഉള്ളതുകൊണ്ട് പൊക്കിയിട്ട് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് തട്ടിയിരുന്നില്ല. ചെറിയൊരു ഉടച്ചിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് വീടെത്താനായി. വീടെത്തിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളിത് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല പറയാൻ വേണ്ടിയിട്ട്. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു. ഇനി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വഴിയെ നമ്മുടെ വീഡിയോസിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു. വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ടാണ്. നമുക്ക് അടുത്ത വീഡിയോ